നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വീണ്ടും മാറും. സാർ, SP സാർ ഓൺലൈൻ മീറ്റിംഗിലാണ്. കുറച്ചേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് അത്യാവശ്യമായിട്ട് അദ്ദേഹത്തെ കാണേണ്ട ആവശ്യമുണ്ട്. സാർ വന്ന വിവരം പോലും അറിയിക്കാൻ പറ്റില്ല. ചീഫ് മിനിസ്റ്റർ പങ്കെടുക്കുന്ന ഓൺലൈൻ മീറ്റിംഗാ. എന്തോ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണെന്നാ തോന്നുന്നേ. മീറ്റിംഗ് കഴിയുമ്പോൾ വൈകുമോ? ഒന്നും പറയാൻ പറ്റില്ല സാർ. അകത്തേക്ക് ഇരിക്കാം. വേണ്ട, എനിക്ക് കുറച്ച് കോൾ ചെയ്യുന്നുണ്ട്. മീറ്റിംഗ് കഴിയുമ്പോൾ എന്നെ അറിയിച്ചാൽ മതി. ശരി സാർ. സർ, ഇത് സാറിന് തരാൻ ഒരാൾ പറഞ്ഞു. എന്താ ഇത്? സാർ തുറന്നു നോക്കണം. ഇത് ഈ റിങ് വന്നത് മിഥുന്റെ ആളായിരിക്കും. അവനെവിടെ പോയി? ഇതൊരു ഭീഷണിയാണ്. ഞാനിവിടെ ഉണ്ടെന്ന് മിഥുൻ എങ്ങനെ അറിഞ്ഞു? ഇങ്ങോട്ട് വന്ന കാര്യം ഞാൻ വീട്ടിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്റെ പിന്നിൽ അവന്റെ ചാറിനുണ്ടോ? എടാ, എവിടെടാ നീ? ധൈര്യമുണ്ടെ നേരിട്ട് വാടാ. ചിരിക്കുന്നോടാ നായേ. വെറുതെ ശബ്ദം ഉണ്ടാക്കാത്ത സാറേ. പോലീസ് ഏമ്മമാരാരെങ്കിലും കേട്ടാ അത് കുഴപ്പാവില്ലേ? എന്നാലും സാറിന്റെ കോൺഫിഡൻസ് അത് അപാരം തന്നെ. സാറിന്റെ ജീവനായ പെണ്ണ് ദേ എന്റെ കൈ കിടന്ന് പിടയ്ക്ക. എങ്കിലും ദേഷ്യത്തിനൊരു കുറവുമില്ല. പഞ്ചപുച്ഛമടക്കി നിധിയുടെ ജീവന് വേണ്ടി ഒന്ന് കെഞ്ചു സാറേ. മിഥുൻ, അവളൊന്നും ചെയ്യരുത്. നിധിയുടെ ജീവൻ നിലനിൽക്കണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ SP ഓഫീസിലേക്ക് പോവാൻ പാടില്ലായിരുന്നു. എടാ, നീ അവിടെ എത്തിയപ്പോ ഇവളുടെ മോതിരം അവിടെ വന്നു. ഇനി നീ SP കണ്ട ഇവളുടെ വിരളായിരിക്കും അവിടെ വരുന്ന പാഴ്സലായിട്ട്. മിഥുൻ, അവളൊന്നും ചെയ്യരുത്. ഇവളെ താലോലിക്കാൻ മാത്രം ആഗ്രഹിച്ച കയ്യേത്. ഈ കൈ കൊണ്ട് നിധിയെ ദ്രോഹിക്കാൻ ഇടവരുത്തരുത്. വേണ്ട, ഞാൻ SP കാണില്ല. ഞാൻ ഉടനെ ഇവിടുന്ന് പോക്കോളാം. ശരി, എന്നാ വേഗം സ്ഥലം വിട്. മിഥുൻ, നിധിക്ക് ആപത്തൊന്നും വരില്ലെന്ന് എനിക്ക് ഉറപ്പുവരുത്തണം. ഫോൺ അവൾക്ക് കൊടുക്കുക. എന്തിന്? ഇവൾക്ക് ആപത്തില്ലെന്ന് നീ എന്തിനാ ഉറപ്പുവരുത്തുന്നേ? ഇനി ഇവളുടെ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കാൻ തോന്നും സാറേ. എന്നെ കല്യാണം കഴിക്കാനാ സാർ ഇവന്റെ ഉദ്ദേശം. അത് നടക്കില്ല. എന്റെ ശവത്തിൽ ഇവൻ താലി കെട്ടു. നിധി, നിധിയുടെ
ദേവിയുടെ ജീവിതത്തിലുള്ള ഏക പുരുഷൻ സാറാണ്. ഇതെന്റെ വാക്കാ. ഈ വാക്കിന് മാറ്റം വന്നാ ഞാൻ മരിച്ചു എന്ന് സാർ വിചാരിക്കണം. നിധി, എടാ, നീയും പോയി തൂങ്ങി ചാവടാ. ഹലോ ഹലോ. സാർ ആ. SP സാർ ഫ്രീ ആയിട്ടുണ്ട്. സാർ വന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വെയിറ്റ് ചെയ്യാ. ആ, വരാം. എനിക്ക് കാറിൽ നിന്നൊരു ഫയൽ എടുക്കാനുണ്ട്. ഞാനിപ്പോ വരാം. ആ ശരി സാർ. എന്തായി? ഗൗത ഇവിടെ നിന്ന് പോയി. ഇനി ഫോളോ ചെയ്യണോ? വേണ്ട, നീ അവിടെ അധികം നിന്നിങ്ങനെ കറങ്ങണ്ട. വേഗം മാറിക്കോ. ശരി. നിന്റെ മോതിരം കണ്ടപ്പോ തന്നെ അവൻ അവിടെ നിന്ന് വലിഞ്ഞു. പേടിത്തൊണ്ടൻ. പുലി പിന്നോട്ട് വലിയുന്നത് പിന്മാറാനാണെന്ന് കരുതണ്ട. കുതിച്ച് നിന്റെ മേൽ ചാടി വീഴാനാണ്. എടീ, ചാടി വീഴാൻ തന്നെ ഞാനും ആഗ്രഹിക്കുന്നത്. നീ പുലിവേട്ട കണ്ടിട്ടുണ്ടോ? പുലി തന്റെ നേർക്ക് കുതിക്കുന്ന നിമിഷമാ വേട്ടക്കാരൻ കാഞ്ചി വലിക്കുന്ന. അവൻ വരട്ടടി. തോക്ക് ഫുൾ ലോഡാക്കി ഞാൻ കാത്തിരിക്കും. നിന്നെ സ്വന്തമാക്കുന്നതിന് മുമ്പ് അവനെ തീർക്കാൻ പറ്റിയ ഇതിൽ പരം ഭാഗ്യം മറ്റൊന്നില്ല. കല്യാണ ഒരുക്കങ്ങൾക്ക് പോയാനോടെ ആരെങ്കിലും അവനെ ഒന്ന് വിളിച്ചു നോക്ക്. ഓക്കെ ബോസ്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? പരാതി കൊടുത്താ അവൻ നിധി അപകടപ്പെടുത്തും. എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രിമിനലാണ് അവൻ. ആ റിങ് കൊണ്ടുവന്ന ആളെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഗൗതം ഗോപിനാഥ് സാറല്ലേ? അതെ. എന്റെ ബ്രദർ ഈശ്വരമംഗലം ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ഫിനാൻസിൽ അരുൺകുമാർ എന്നാണ് പേര്. ആ അറിയാം. എന്താ ഇവിടെ? ഞാൻ സൈബർ സെൽ ഉദ്യോഗസ്ഥനാണ്. SP ഒന്ന് കാണാൻ വന്നതാ. അവൻ ഇവിടെ എങ്ങാനും ഉണ്ടോ? ഞാനൊരു ഓഫീസറോട് സംസാരിക്കുന്നത് കണ്ട പ്രശ്നമാണ്. എന്താ സർ, ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഏയ്, ഞാൻ SP കാണാൻ വന്നതാ. എന്നിട്ട് കണ്ടോ? ഇല്ല. എങ്കിൽ വരൂ, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഏയ് വേണ്ട, അദ്ദേഹം എൻ്റെ ഫാമിലി ഫ്രണ്ടാണ്. സാറിന്റെ മുഖത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തായാലും പറഞ്ഞോളൂ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, എൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വരാമോ? അതിനെന്താ, നമുക്ക് എൻ്റെ കാറിൽ പോവാം. ഓക്കെ, വരൂ. കയറാം. ഈ സ്ഥലം കണ്ടുപിടിക്കാൻ സാറിന് പറ്റിയാൽ ഇവനെ തകർത്തെന്നെ രക്ഷിക്കും. പക്ഷെ സാർ എങ്ങനെ ഈ ഗോഡൌണിനെ കുറിച്ച് അറിയും? ദേവി, എന്റെ ജീവിതത്തിൽ പലപ്പോഴും നീ നടത്തിയിട്ടുള്ള അത്ഭുതം ഇവിടെയും സംഭവിക്കണേ. സാറിനെ സഹായിക്കാൻ ഒരാളെ നീ തന്നെ അയക്കണേ.